നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. അവരുടെ ലൈഫിൽ കർത്താവ് അവരെ വിടുവിച്ച വേദനയുടെയും പ്രയാസത്തിൻ്റെയും ആ കാലയളവിൽ നിന്നും പൂർണ്ണ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും സ്വർഗീയ സന്തോഷത്തിലേക്കും കൊണ്ടുവന്ന ആ ദിവസങ്ങളെ അവർ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത് വിളപ്പിൽ ശാലയിൽ നിന്നും ഡോക്ടർ സരിതയാണ്. ഈ സിസ്റ്റർ പറയുന്നത് തനിക്ക് SLE എന്ന രോഗമുണ്ടായിരുന്നു. അതേ തുടർന്ന് ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു തൻ്റെ സഹോദരൻ തന്നെ എടുത്തുകൊണ്ടാണ് ചർച്ചിലേക്ക് കൊണ്ടുവന്നത്. അത്രത്തോളം തനിക്ക് നടക്കുവാനൊന്നും കഴിയത്തില്ലായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ കർത്താവ് തന്നോട് സംസാരിക്കാനിടയായി. ബ്രദർ ദൂത് പറഞ്ഞു. അതേ തുടർന്ന് വലിയൊരു സൗഖ്യം തൻ്റെ ലൈഫിലുണ്ടായി. അതോടൊപ്പം തന്നെ നാളുകളായിട്ട് ഹ്യൂമോഗ്ലോബിൻ കുറയുന്നൊരു പ്രയാസമുണ്ടായിരുന്നു. ആഹാരം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് കർത്താവ് സിസ്റ്ററിനെ വിടുവിച്ച ആ സാക്ഷ്യമാണ് സന്തോഷത്തോടെ ഇന്ന് പങ്കുവെക്കുന്നത്. നമുക്ക് ആ സാക്ഷ്യം കാണാം. ചർച്ചിലേക്ക് ബ്രദർ എടുത്തുകൊണ്ട് വന്നു എങ്കിലും മടങ്ങി പോകുമ്പോൾ തനിക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം അത്ഭുത സൗഖ്യം നൽകിയെന്നാണ്. അവള് മുടന്ന് നിങ്ങൾക്ക് കാണാനുണ്ടോ? നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോ? അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നതിന് നന്ദി അപ്പാ. നടന്നതും ഇരുന്നതും ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം അവൾ എത്ര വേദന സഹിച്ചാ നടന്നതെന്ന്. മോളൊന്ന് എഴുതേക്കോ. മോളുള്ളിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടോ എന്നൊരു സംശയമുള്ളത്. അവൾ നിൽക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് കാലുവേദനയാ? പറ. അവൾക്ക് എന്തോ പ്രയാസം? നിൽക്കാൻ പറ്റുന്നില്ല? മറുപടി പറ അവളെ. നിങ്ങളെ കാര്യം നമ്മൾ മിറക്കിൾ സൺഡേയിലാണ് നിൽക്കുന്നത്. മിറക്കിളുകളാണ് നമ്മൾ കാണേണ്ടത്. നിൽക്കാൻ പറ്റത്തില്ല. വേദനയാ കാലിനെ? ഒരു കാലം ഉറപ്പിച്ചിട്ടില്ല. സൂളി മുളങ്ങ് ചെന്നേടി. സൂളി മോളെ, നിനക്ക് നടക്കാൻ പറ്റത്തില്ല. വേദനയാ? നിൽക്കാൻ ഒക്കത്തില്ല. അത്ര വേദനയാ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവുന്നു. നിന്റെ മുകളിൽ എന്തോ ഒന്ന് മൂടുന്ന് അറിഞ്ഞൂടെ? സംതിങ് ഈസ് കമ്മിങ് അപ്പോൺ യു. അങ്ങ് മനസ്സിലാവുന്നോ? നിന്റെ ശരീരം വിറയ്ക്കുന്നത് നിനക്കറിയാവോ? ആ വിറയ്ക്കുന്നത് ഞങ്ങൾ വിളിക്കുന്ന, നീ പറയുന്ന യേശു ജീവിക്കുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ കരവാ. അവള് മുടന്ന് നിങ്ങൾക്ക് കാണാനുണ്ടോ? നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോ? ശ്രദ്ധിക്കുന്നവരുടെ കരം ഉയർത്തിക്കേ. ഇപ്പോൾ ആ കൈകാലുകളിൽ ബലം ഉണ്ടാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കാലുകളിൽ ബലം ഉണ്ടാകട്ടെ. അപ്പൊ ആ കാലുകളിൽ ബലം ഉണ്ടാകട്ടെ. സോളിമോളെ, ആ കാലി കൈ വയ്ക്കട്ടെ മോളെ. ഒന്നും കൂടെ അവളുടെ മെല്ലെ കൈ പിടിച്ച് നടത്ത്. മോളെ പുറത്തോട്ട് പോവാ. മുടന്തല്ലേ? എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്. ഇനി അവളോട് തനിയെ നടക്കാൻ പറ സോളി. മോളെ എന്നെ നോക്കിക്കേ. നിനക്ക് വേദന കൂടുന്നോ വേദന കുറയുന്നോ? യേശു നിന്നെ തൊടുന്നത് എനിക്ക് കാണാടി മോളെ. നമ്മൾ ഓടണം. നാളെയല്ല ഓടേണ്ടത്, ഇപ്പൊ ഓടണം. Power to manifest, Lord. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. ചെറുപ്പോളം ഇപ്പോൾ അവിടെ ഓടി നടക്കട്ടെ. അങ്ങയുടെ ശക്തി ആവരികട്ടെ. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. കുറച്ചും കൂടെ സ്പീഡിൽ നടന്നേ. മോളെ നോക്കിക്കേ. വേദന കുറയുമല്ലേ? ആ സ്ട്രെയിൻ കുറഞ്ഞില്ലേ മോളെ? പറ. നിന്റെ ഹിപ്പിനെയും കൂടെ കർത്താവ് തൊടുക. കാല് വെക്കുമ്പോ ഹിപ്പ് പിടിക്കുന്നു, അങ്ങനെയല്ലേ?
മേലോട്ടങ്ങ് വേദന വരുവാ. ആ കരം ഒന്ന് ഉയർത്തിക്കേ. ഈ മോളിൽ പുറകെ ഒരാൾ നിന്നോ. കർത്താവിന്റെ ശക്തി അവളെ തൊടുക. Now the name of Jesus, the power of the Holy Spirit. Thank you, Jesus. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും എന്റെ ദൈവമാണ്. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും എന്റെ ദൈവമാണ്. വേദനിച്ചോ? നടക്ക. എന്റെ സങ്കേതം. നീ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ചിരിച്ചോണ്ടിരുന്നേ? പറ. എന്താ നീ ചിരിച്ചേ? ആ കാലി മൊത്തം നീരാ. അതാണ് നീ ചിരിച്ചേ. അതിനെതിരെ ഞാൻ കാലി നീരുള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോ നീ എന്തിനാ ചിരിക്കുന്നത്? God loves you. Amen. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. Hallelujah. Thank you, Jesus. എന്റെ സങ്കേതമാണ്. ആ കരം ഉയർത്തിക്കേ. അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നതിന് നന്ദി അപ്പാ. അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നതിന് നന്ദി അപ്പാ. ആ ഇരുട്ടിന്റെ ബലം ഇവിടെ വിട്ടുപോട്ടെ. എന്റെ ഒന്നും കൂടെ എഴുന്നേൽപ്പിക്കോളി. എന്റെ സങ്കേത ജോയിനമോൾ എന്നോട് ഒന്ന് പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരു തീ വന്ന് നിന്നെ തൊടുന്നു കണ്ടു. ചിലരെ ആ തീ തൊടട്ടെ. The fire of God. Hallelujah. Yes. നിന്റെ കാലിന് ബലം വരുന്ന അറിയോ? നേരത്തെ ആടിപ്പോകുന്ന കാലിന് ഇപ്പൊ ഉറച്ച് ചവിട്ടാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. ഇവളുടെ നിരാശ ഇവളോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഇവള് തിരിച്ചു വരത്തില്ലെന്നാ. പക്ഷെ യേശു എന്നോട് പറഞ്ഞത് ഇവൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നു. Amen. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ഈ മോള് അന്ന് നടന്നതും ഇരുന്നതും ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം അവൾ എത്ര വേദന സഹിച്ചാ നടന്നതെന്ന്. ഒരു ചെറുപ്പക്കാരും അങ്ങനെ കാണിക്കത്തില്ലല്ലോ വേദനയില്ലാതെ. നാണക്കേടല്ലേ? അതുമല്ല, ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാള് തനിക്കുണ്ടായ സൗഖ്യത്തെ ധൈര്യപൂർവ്വം പറയണമെങ്കിൽ ദൈവം നൽകി എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ദൈവം ചെയ്ത വലിയ കാര്യത്തിന് നന്ദി പറഞ്ഞേ. എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത്? ബ്രദറെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് തൻ്റെ വേദന മാറി ചർച്ചിലേക്ക് ബ്രദർ എടുത്തുകൊണ്ട് വന്നു. എങ്കിലും മടങ്ങി പോകുമ്പോൾ തനിക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം അത്ഭുത സൗഖ്യം നൽകിയതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ 2020 സിസ്റ്ററിന്റെ SLE റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ സെക്കൻഡറി ഹിമോലൈറ്റിക് അനീമിയ തുടങ്ങിയിരുന്നു. HB വല്ലാതെ കുറയുന്ന ഒരു രോഗമായിരുന്നു അത്. അതിനെ തുടർന്ന് സിസ്റ്റർ ഫുഡ് എടുക്കുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയതിനു ശേഷം തനിക്ക് ആവശ്യത്തിന് ഭക്ഷണം എടുക്കാം, വോമിറ്റിംഗ് ഇല്ല, നല്ല ആരോഗ്യത്തോടുകൂടെ കർത്താവ് കാത്തു പരിപാലിച്ചു. കൂടാതെ സിസ്റ്ററിന് 2013 വരെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2013 നമ്മുടെ ചർച്ചിന്റെ കൺവെൻഷൻ വിളപ്പിൽ ശാലയിൽ നടക്കുമ്പോൾ ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം തൈറോയിഡ് തന്നെ സൗഖ്യമാക്കി എന്നാണ്. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ പാടും. ഒന്നും കൂടെ തുള്ളിച്ചാടി ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ പാടും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡോക്ടർ ആയിക്കോ, അനേകരെ ആശ്വസിപ്പിക്കാൻ ഒരു ഡോക്ടർ നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മോളൊരു ശുശ്രൂഷകയാകണം.
ഞാൻ നീ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ തലയിൽ ഒരു കിരീടം ഇരിക്കുന്നത് കാണാം സ്പിരിച്വലി. ഞാനിത് പറയുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു ഷിവറിങ് വന്ന് കാണും. അത് നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ഒരു അഭിഷേകമാണ്. നീ കർത്താവിന്റെ ഒരു പ്രൊഫറ്റസ് ആയിട്ട് പുറത്തു പോവാ. അനേകരോട് ദൂത് പറയുന്ന, അനേകരോട് കർത്താവിന്റെ വചനം പങ്കുവെക്കുന്ന, ജീവിക്കുന്ന ഒരു യേശുവിനെ പറയുന്ന. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞ്. കർത്താവേ, നിന്റെ മകൾ ദേശത്ത് പ്രയോജനപ്പെടട്ടെ. ഇവിടെ പുറകെ ഒരാൾ കൂടെ നിന്ന് രാജ്യങ്ങൾ ഇവിടെ അറിയട്ടെ. ഞാൻ ഇവിടെ കൈ തൊട്ടപ്പോ എനിക്ക് തോന്നുക ഒരു രാജ്ഞിയെ തൊടുന്ന പോലെ തോന്നുക. ഇവൾ ദൈവരാജ്യത്തില് അതുപോലെ പ്രയോജനപ്പെടാനായി പോകുന്നു. കർത്താവ് ഒരാൾക്കായിട്ട് തരത്തില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ചാടി പിടിച്ചോ. ഐ റിലീസ് ഇറ്റ് ലോർഡ്. ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യം കെട്ടുപണിയുന്ന ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി റിലീസ് ഇറ്റ്. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ, ഇപ്പോൾ ആത്മാനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോൾ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ. റൈറ്റ് നൗ ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും. കർത്താവേ, ഞങ്ങളുടെ ശക്തി ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഒരു പുതിയ നിറം ഉണ്ടാകട്ടെ. Fill with anointing, Lord. Oh, hallelujah. ഈ സിസ്റ്റർ പങ്കുവെച്ച സാക്ഷ്യം ഒന്ന് കേട്ടാട്ടെ. SLE എന്ന് പറയുന്ന രോഗം എത്ര ഭയാനകമാണെന്ന് അറിയൂ. ഈ സമയം വിശ്വാസത്തോടെ മെഡിസിനാൽ മാറില്ല എന്ന് പറയുന്ന ഏതെങ്കിലും രോഗം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോൾ ഈ സിസ്റ്ററിന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ ഒരിക്കലും മാറില്ല എന്ന് വിധി എഴുതിയത് ഇന്ന് അവരുടെ ലൈഫ് ഇന്ന് മാറിപ്പോകണം. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകണം അപ്പാ. കർത്താവെ, SLEയാൽ ഭാരപ്പെടുന്നവർ കർത്താവെ, അതോടൊപ്പം തന്നെ മാറില്ല എന്ന് പറയുന്ന ചില രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യത്തിലേക്ക് വരണം അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരണം അപ്പാ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നാൽ അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ നിന്നും ഭാരതി തങ്കപ്പൻ നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. ഈ അമ്മ പറയുന്നത് ഈ അമ്മയുടെ കൊച്ചുമകൾ 14 വയസ്സുള്ള കൊച്ചുമകൾക്ക് ഇരിക്കുവാനും നിൽക്കുവാനും കഴിയാത്ത വിധത്തിൽ പ്രയാസമുണ്ടായി. നടുവിന് വേദന, അതോടൊപ്പം കാലിന് ബലക്കുറവ്. ഇതേ തുടർന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോൾ മനസ്സിലായത് 20% തൻ്റെ നട്ടിൽ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. 8 എല്ലുകൾക്ക് ബൾജിങ് ഉണ്ട്, 8 ഡിസ്കിന് ബൾജിങ് ഉണ്ട്. ഒത്തിരി പ്രയാസമെന്ന് തോന്നുന്നിടത്ത് അവർ പ്രാർത്ഥനയ്ക്ക് വരുവാനിടയായി. എന്നാൽ കർത്താവ് ആ മോളെ തൊട്ട് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. പിന്നീട് എക്സ്റേ എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് പോലും അതിശയിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കരം ആ മോളെ തൊടുവാനിടയായി തീർന്നു. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ നാളുകൾക്ക് ശേഷവും നടുവിനുള്ള വേദന മാറുന്നില്ല. ഡെലിവറി സമയത്ത് ഉണ്ടായതാണ്, അല്ലെങ്കിൽ അതിന് ശേഷം തുടങ്ങിയതാണ്. ഇതുവരെ ആ നടുവിൻ്റെ പ്രയാസം മാറിയില്ല. പ്രഗ്നൻസി ടൈമിൽ വന്നതാണ്, ഇതുവരെ പ്രയാസം മാറിയില്ല എന്ന് പറയുന്നു. അല്ല, എനിക്ക് വീണതിനെ തുടർന്നുണ്ടായതാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ആ ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതിനായി നന്ദി പറയാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. സിസ്റ്ററുടെ പേര് ഭാരതി തങ്കൻ എന്നാണ്. തൊടുപുഴയിൽ നിന്നാണ് സിസ്റ്റർ വരുന്നത്. അപ്പോൾ സിസ്റ്ററുടെ മകൾക്കുണ്ടായ ഒരു സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ മകൾക്ക് നട്ടെല്ലിന് വേദനയായതുകൊണ്ട് നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് മനസ്സിലായത് അതിൽ നട്ടെല്ലിന് 20% വളവും 8 സ്ഥലത്ത് ബൾജും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ബ്രദറിനെ വാട്സപ്പിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അസുഖം പൂർണ്ണമായും ഭേദമായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മരുന്നുകളൊന്നും കഴിച്ചില്ല. അമ്മകൾക്ക് എത്ര പ്രായമുള്ളത്? 14 വയസ്സ്. 14 വയസ്സുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ആ വളവുണ്ടെന്ന്.
ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ അവൾ വേദന കൂടുതലായിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ആശുപത്രി കൊണ്ടുപോയി. എന്ത് സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞ വേദന കാരണം? ജൂണിലെ വേദന അവൾ അധികമായിട്ട് പറഞ്ഞു. അതിന് മുമ്പ് വേദന പറയുമായിരുന്നു. ഞങ്ങളത് വെറുതെ പറയണമെന്നാണ് വിചാരിച്ചത്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് രണ്ടിൻ്റെ എക്സ്റേയുടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിത് കട്ടപ്പന ചർച്ചിൽ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ബ്രദറിനോട് ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞു അതിന് തെളിവ് വേണമെന്ന് പറഞ്ഞു. മോളിൽ നട്ടലിന് വളവുണ്ടായിരുന്നു. ഈ പറയുന്ന കള്ളമല്ലല്ലോ അല്ലേ? പൈസ വന്നിട്ട് വല്ലതും പറയുവാണോ? സത്യമായിട്ടും അല്ല. ഈ വളഞ്ഞിരിക്കുന്നതിന്റെ റിപ്പോർട്ടോ എക്സ്റേ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ? എക്സ്റേ എടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കയ്യിലുണ്ടോ? വീട്ടിലുണ്ട്. ഇത് സൗഖ്യം ആവണേക്ക് മുമ്പുള്ള റിപ്പോർട്ടാണ്. ഇതായത് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടാണ്. മോളുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുമായിരുന്നു. അതിൽ 8 എല്ലുകൾ ബൾജ് ചെയ്തിരിക്കുമായിരുന്നു. അത് ഇപ്പൊ മോൾക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് മോൾക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പറയാമോ? ഇരിക്കുമ്പോ ഉണ്ടായിരുന്നു, കാലിന് വേദന എടുക്കുമായിരുന്നു, നടക്കാൻ പ്രയാസമാണ്, കാലിന് ബലക്കുറവുണ്ടായിരുന്നു. അമ്മ പറയണം കാലിന് ബലക്കുറവുണ്ടായിരുന്നു. ബലക്കുറവുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ മോൾക്ക് ഇതൊന്നുമില്ല. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് ഭയങ്കരമായിട്ടോ. ഈ 8 കശേരുക്കൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്നു. നട്ടലിന് വളവുണ്ട്. ഇത് പൈസ കൊടുത്ത് പറയിപ്പിച്ചതല്ല എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. യേശു ചെയ്തത് ലോകം അറിയേണ്ടത് ആവശ്യമാണ്. ഇന്നും യേശു ജീവിക്കുന്നു. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കരങ്ങളിൽ കരുതുന്ന, അതായത് 8 സ്ഥലത്ത് നട്ടലിൽ ബൾജ് ഉണ്ടായിരുന്നു, വലിയൊരു വളവുണ്ടായിരുന്നു. അമ്മ ഒന്ന് പറഞ്ഞപ്പോ അതിന്റെ തെളിവ് കൊണ്ടുവരെന്ന് പറഞ്ഞു. തെളിവായിട്ട് അന്ന് അമ്മ വന്നിട്ടുള്ളത്. ഇപ്പൊ നട്ടൽ നിവർന്നായിരിക്കുന്നേ. ഒരു കുഴപ്പമില്ല. ഡാൻസ് പഠിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. എന്റെ അമ്മ ഇപ്പൊ വളവുള്ള ആളുടെ ഡാൻസ് 5 വയസ്സുള്ള ഗുളിക പോലും കഴിച്ചിട്ടില്ല, ഒരു മരുന്നും കഴിച്ചില്ല. 10 ദിവസം കൊണ്ട് യേശു മരുന്ന് തന്നു. 10 ദിവസം കൊണ്ടാണ് 20% വളവായിരുന്ന നടുവ് ഈ അമ്മ പറയുന്നത് പൂർണ്ണ സൗഖ്യത്തിലേക്ക്. കർത്താവിൻ്റെ സൗഖ്യത്തിനായി നന്ദി പറയാം. അടുത്തതായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത് തൃക്കണ്ണാപുരത്തു നിന്നും ശകുന്തള എന്നു പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്റർ പറയുന്നത് 1983 താൻ വീണതിനെ തുടർന്ന് തൻ്റെ ഹിപ്പിന് വേദനയുണ്ടായിരുന്നു. അതേപോലെ ഡിസ്കുകൾ തെറ്റിയിരുന്നു. സിസ്റ്റർ പറയുന്നത് ഇരിക്കുവാനും നിൽക്കുവാനും എല്ലാം ഒത്തിരി പ്രയാസമാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യമുണ്ടായാലുള്ള വേദന എന്താണെന്ന്. കാല് ശരിക്കും അടുപ്പിച്ച് വെക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ സിസ്റ്റർ ഒത്തിരി ഭാരത്തോടെ ആയിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ വന്നു, കർത്താവ് തങ്ങളോട് സംസാരിക്കാനിടയായി. അന്ന് തന്നെ വലിയൊരു സൗഖ്യത്തിലേക്ക് ആ സിസ്റ്റർ വരുവാനിടയായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു വീഴ്ചയെ തുടർന്ന് ആന്റിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കർത്താവ് പരിപൂർണമായി മാറ്റിയ ഒരു അത്ഭുത. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആന്റിയുടെ പേര് ശകുന്തള മണി എന്നാണ്. തൃക്കണ്ണാപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആന്റിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ചയെ തുടർന്ന് ഹിപ്പിലെ ബോൺ അകന്നു പോവുകയും നട്ടലിലെ കണ്ണി അകന്നു പോവുകയും ചെയ്തു. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വീണതാ? 1983 ചേച്ചി വീണു. എങ്ങനെയാ വീണെന്ന് പറയാമോ? ഗർഭിണിയായിരുന്നു. അപ്പോഴും ഞാൻ അടുത്ത വിളയിലെ ഒരു വിറവെടുക്കാനായിട്ട് കടന്നു പോയതാണ്. അവിടെ വെച്ച് റബ്ബറിന്റെ മൂട്ടിലാണ് വീണത്. വീണ് ഉരുണ്ടുപോയി. കുഞ്ഞിനൊന്നും പറ്റിയില്ല, മരിച്ചുപോയി. ഭയങ്കര കാര്യമാണല്ലോ. അന്ന് ആ വീഴ്ചയിലെ കുഞ്ഞു മരിച്ചു. എനിക്ക് ഓർമ്മയില്ലായിരുന്നു. 9 മണിക്കൂർ കഴിഞ്ഞാണ് ഓർമ്മ വീണത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കുഞ്ഞിനെ മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര മാസമായിരുന്നു കുഞ്ഞപ്പം? 8 മാസം. അയ്യോ, വിഷമമുള്ള കാര്യമാണല്ലോ. 8 മാസമായി ഒരാൾ കുഞ്ഞു മരിച്ചു പോയെന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി കാണുമല്ലോ. അതല്ലേ? അതെ. ഓർക്കുമ്പോൾ സങ്കടം വന്നോ? സത്യമായിരിക്കും കേട്ടോ. 8 മാസമായ ഒരാൾ വയറ്റിൽ കിടന്നിട്ട് മരിച്ചു പോകാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കൊണ്ടുപോയ ആൾക്കല്ലേ അതിൻ്റെ വേദന മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ആ വീണെടുത്ത് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 9 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ബോധം വീണത് ആ സമയത്തുണ്ടായതാണോ അമ്മയുടെ നട്ടെല്ലാം അകന്നു പോയത്? ആ സമയത്ത് ഈ നട്ടലിൻ്റെ 2 സംഭവങ്ങൾ അകന്നുപോയി. നട്ടലിൻ്റെ കണ്ണിയും അകന്നുപോയി. അതിനുശേഷം മരുന്ന് ഇഷ്ടം പോലെ കഴിച്ചിട്ടും കുറവില്ല. 83, 93, ഏകദേശം 30 കൊല്ലമായി. 30 കൊല്ലം മുമ്പ് നടന്ന. ഓക്കെ, ഈ 2.5 മാസമായി ഞാൻ ഇവിടെ വന്നിട്ട്. ആഗസ്റ്റ് മാസം ലാസ്റ്റ് പാസ്റ്റർ എനിക്ക് വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിനാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പക്ഷേ എന്നെ തൊട്ടു. ഈ കയ്യിൻ്റെ ഈ എല്ലിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് എൻ്റെ അസ്ഥിയുടെ ഈ ഇടുപ്പിൻ്റെ എല്ലാം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു.
ഇവിടെ ഒരു തള്ളുണ്ടായിരുന്നു. ഈ തള്ളും നീരും എല്ലാം ഇപ്പൊ ഇങ്ങനെ 2 കൈകളിൽ നീ കാല് വെച്ച് നിൽക്കും. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒരു കൈയോടി കൊടുക്കാത്ത എന്താ? ഇങ്ങനെ നിൽക്കത്തുള്ളായിരുന്നു ഞാൻ. ഒരു കാലിങ്ങനെ അകത്തിയെ നിൽക്കത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ കാലടുക്കത്തില്ല. ഇല്ല, അടുത്ത് നിൽക്കാൻ പറ്റില്ല. കിഴച്ച് ഈ കാലൊക്കെ തരിച്ചു പോകും. അതുകൊണ്ട് കാല് കുറച്ച് അകത്തി കുറച്ച് പൊക്കി മുന്നോട്ട് വെക്കുകയായിരുന്നു ചെയ്തോണ്ടിരുന്നേ. അത് ഇപ്പൊ നോർമലായി. ഇല്ല, ഇവിടെ എങ്ങനെ നിൽക്കും, 2 കാലും ഒപ്പം പോലെ വയ്ക്കും. ഒപ്പം പോലെ വെക്കാം. 30 കൊല്ലം വെക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് നോക്കത്തുള്ളൂ. ഒന്നും കൂടെ ശബ്ദം ഉയർത്തിരുന്നല്ലേ ആമേൻ പറഞ്ഞേ. ഇത് ദൈവം ചെയ്തതല്ലാതെ ആർക്കും ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ഇപ്പൊ എടുത്ത് നേരെ പഴയ പൊസിഷന് വെച്ചു. 30 കൊല്ലങ്ങൾക്ക് ശേഷം ചേച്ചൻ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? എന്ത് ചെയ്യും? എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. ഇതിന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 2 മാസം മുമ്പ് വന്നത്. പക്ഷെ കർത്താവ് ആദ്യം തൊട്ടത് ഹസ്ബൻഡിനെയല്ല, ചേച്ചിയെ തൊട്ടു. ഇന്ന് തൻ്റെ ആരോഗ്യം 30 കൊല്ലത്തിന് ശേഷം മടക്കി വന്നു. അമ്മയ്ക്ക് തൊലിപ്പുറത്ത് ഈ ഇടയായിട്ട് ചില പ്രശ്നമുണ്ട്. ചൂടെടുക്കുന്ന പോലെ അമ്മയ്ക്ക് ഉണ്ടാവും. എന്നിട്ട് ആ ചൂടെടുക്കുന്ന സ്ഥലത്ത് തൊലി ഇളകും. ഞാൻ പറയാൻ ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ആണെന്ന് പറയണം. അതെ. രണ്ടാമത് അമ്മയ്ക്ക് ഹാർട്ടിന് വലിയ പ്രോബ്ലം ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് നെഞ്ചിൻ്റെ വലതുവശത്ത് ഒരു കുത്തിവലിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള അസുഖം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് വിചാരിച്ചു അമ്മ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മയ്ക്കൊരു കാര്യം അറിയാം. അമ്മയുടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് തൊടുമ്പോൾ അമ്മയ്ക്ക് അവിടെ കട്ടി പോലെയോ കല്ലിപ്പ് പോലെയോ നീര് പോലെയോ തോന്നുന്നുണ്ട്. ഒരു അത്ഭുത വിടുതൽ അമ്മയ്ക്കുണ്ടാവും. ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നതിനൊക്കെ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ യേശുവിൻ്റെ കൈയിരിക്കുന്ന എനിക്ക് കാണാം. ഇദ്ദേഹത്തിന് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് സ്ലോ ആവും, ഭയങ്കരമായിട്ട് ഇടിക്കും. ശരിയാ. ഇന്ന് പകൽ നിങ്ങൾ 2 പേരും സൗഖ്യമാവുമെന്ന് വിശ്വസിക്കണം. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഞാൻ അമ്മയോട് കുറച്ച് കാര്യം കൂടെ പറയട്ടെ. അമ്മയുടെ വയറിൻ്റെ തൊടുന്നൊന്നും തോന്നില്ല. എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഈ ഭാഗത്ത് അമ്മയ്ക്കൊരു പ്രയാസമുണ്ട്. അത് ബാത്റൂമിൽ ഇരിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ള ഒരു കനം ഇരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അത് താഴോട്ട് വരുന്നത് അമ്മയ്ക്ക് അറിയാം. ഇന്ന് പകൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മയ്ക്കൊരു അത്ഭുത സൗഖ്യം ഉണ്ടാവും. കയ്യിൽ നിന്ന് കാണിച്ചേ. ഈ ഭാഗമല്ലേ അമ്മേ ഇത്രയും വേദനയാണ് ഇവിടുന്ന്, അങ്ങനെയല്ലേ? അമ്മയ്ക്ക് മുടി കെട്ടാൻ പറ്റുമോ? പറ്റൂല്ലയോ? അടുത്ത ഞായറാഴ്ച അമ്മ വന്നിട്ട് അമ്മയുടെ മുടി കെട്ടുന്നതും, അമ്മയ്ക്ക് വെള്ളം കോരി ഒഴിക്കാൻ ഒക്കത്തില്ല. ഒരു കൈ കൊണ്ട് കോരി ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് തിരിയത്തില്ല. അങ്ങനെയല്ലേ? ഈ കൈ അങ്ങനെയാ. ഈ അമ്മയുടെ പ്രധാന പ്രശ്നം ഞാൻ ഇവിടെ തൊട്ടതാണ് നിങ്ങൾ കണ്ടത്. പക്ഷെ അമ്മയ്ക്ക് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കൈയുടെ മുട്ടിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്ന ശേഷം അമ്മ ഡോക്ടറെ കാണിച്ചു. അതിന് അതുപോലെ ഒരു ബാൻഡേഡ് പോലെ കുറച്ച് നാൾ കൊണ്ട് നടന്നു. ഒന്നും ഒരു ചേഞ്ചും ഇല്ല. അമ്മയ്ക്ക് ഇപ്പോഴും വേദനയാണ്. ഞാനൊരു ചലഞ്ചിങ് വേർഡ് പറയട്ടെ. ഈ അമ്മ ഇപ്പം സൗഖ്യമാവും. ഈ സമയത്ത് അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായത് നിങ്ങൾക്കറിയാവോ? ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ നല്ല ചൂടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്നവർക്ക് ചൂടില്ലേ? പക്ഷേ ഈ അമ്മയോടും ചോദിച്ചെങ്കിൽ അമ്മയ്ക്കൊരു തണുത്ത കാറ്റും അമ്മയുടെ ദേഹത്ത് വന്നടിച്ച്. നിങ്ങൾക്കെല്ലാം ചൂടല്ലേ? ആണോ ഇല്ലയോ? പക്ഷേ ഈ അമ്മയോട് ചോദിച്ചെങ്കിൽ അമ്മയ്ക്ക് തണുപ്പ് വന്നാ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തണുപ്പ് വന്നല്ലേ? വന്നോ ഇല്ലയോ? ഇപ്പോഴും ദേഹം എല്ലാം കൂടെ കിടുങ്ങുന്നല്ലേ? ഇവിടെ കിടുങ്ങാൻ പറ്റുന്ന തണുപ്പുണ്ടോ? പക്ഷെ ആ തണുപ്പ് നമ്മൾ പറയുന്നത് എന്തുവോ കർത്താവിൻ്റെ ശക്തി തൊട്ടതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യൂട്യൂബിൽ കാണുന്ന ആളുകൾ, ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ അവരുടെ നടുവിലേക്ക് കൈവച്ചോ, രോഗമുള്ള ഭാഗത്തെ കൈവച്ചോ. യേശു അവരെ സൗഖ്യമാക്കാൻ ശക്തനാണ്. ഇന്ന് ആന്റിയുടെ 2 കാലുകളും നേർന്നിരിക്കും. 30 കൊല്ലത്തിന് ശേഷം ആ നട്ടലുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു. നീര് 30 കൊല്ലമായിട്ട് ഉണ്ടായിരുന്നു, മാറിപ്പോയി. പറഞ്ഞിട്ട് അമ്മേ
ദൂരയാത്ര ചെയ്യത്തില്ല ഞാൻ. ഓക്കെ, അതെന്താ പറ്റിയേ? ഈ നടുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൂരയാത്ര ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കോട്ടയത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ മീറ്റിങ്ങിന് ഞാനും കൂടെ വന്നു. ഓക്കെ, ഇവിടം തൊട്ട് അതുവരെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു ദിവസം ഉപവസിക്കാൻ പറ്റില്ല. ഉപവസിച്ച നടു അങ്ങ് ഒടിഞ്ഞു വീഴുന്ന പോലെ ആവും. കഴിഞ്ഞ മാസം ഈ മാസം ഉച്ച വരെ എല്ലാ ദിവസവും അടിപൊളി. ഈ അമ്മ പ്രയോജനപ്പെടുവാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അതൊരു വലിയ സന്തോഷമാണ്. ചില അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത വലിയ സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഈ വർഷം ചിലതിലേക്ക് കയറുവോ? കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. ജീവിക്കുന്നൊരു ദൈവത്തെ കാണാൻ കഴിയുന്നതും അനുഭവിക്കുവാൻ കഴിയുന്നതും അത് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയ നന്മയായിട്ട് കാണാം. ദൈവത്തിൻ്റെ കരുണയായിട്ട് കാണാം. ജീവിക്കുന്നൊരു ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇന്നിവർ സാക്ഷ്യം പറയുമ്പോൾ ആരും സഹായിക്കാനില്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് ദൈവത്തിൻ്റെ കരം അവർക്ക് തുണയായി നിന്നത്. നിങ്ങളുടെ ലൈഫിലും ആരും സഹായിക്കാനില്ല എന്ന് പറയുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ? കർത്താവിനെ അവിടേക്ക് ക്ഷണിച്ചാട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ മതിയായവനാണ്. എന്നോടൊപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പാ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ അവിടുത്തെ സാന്നിധ്യം ചലിക്കണമപ്പാ. അവിടുത്തെ ശക്തി ചലിക്കണമപ്പാ. ഇവർ ആയിരിക്കുന്ന പ്രതിസന്ധി ഒരിക്കലും പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്, അപ്പോൾ അതിനൊരു വിടുതലുണ്ടാവില്ല എന്ന് പറയുന്നത്, അപ്പോൾ ഈ മേഖലയിലെല്ലാം കർത്താവിൻ്റെ കരം ചലിക്കണം. അപ്പോൾ അങ്ങയുടെ ദൂതനെ അയക്കുന്നതോർത്ത് നന്ദി പറയുന്നു. അതേപോലെ കർത്താവെ, മാറില്ല എന്ന് പറയുന്ന രോഗങ്ങൾ, കർത്താവെ സർജറി പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി എനിക്ക് കാണാം, വയറ്റിൽ ഒരു സർജറി കഴിഞ്ഞു, 2 സർജറി കഴിഞ്ഞു, പക്ഷേ വീണ്ടും സർജറി എന്ന വിധത്തിലായിരിക്കുന്നത്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു, കാലുകൾക്ക് ബലമില്ല, കാലുകൾക്ക് പുഷ്ടി കുറഞ്ഞു. ആ കാലിന് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. പഴയതുപോലെയല്ല ആ കാലുകളായിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകട്ടെ. അസാധ്യമെന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ കരം ചലിച്ചിരിക്കുക എന്ന് നന്ദി പറയുന്നപ്പാ. സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.